വെൽക്കം ബാക്ക്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വേർബ്സ് ആണ് ഹാവ് ഹാഡ്, ഹാസ് ഹാഡ്, അതുപോലെ തന്നെ ഹാഡ്. പലർക്കും ഇത് കൺഫ്യൂഷനാണ്. നിങ്ങൾ കരുതുന്നത് പോലെ അത്ര പ്രശ്നക്കാരല്ല ഇവർ. ഹാവ് മെയിൻ വേർബായി വരുന്ന സെൻറ്റൻസസിൽ അതിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയാണ് നമ്മൾ ഹാവ് ഹാഡ് യൂസ് ചെയ്യുന്നത്. ഹാസ് മെയിൻ വെർബായി വരുന്ന സെൻറ്റൻസസിൽ അതിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയാണ് ഹാസ് ഹാഡ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടിൻ്റെയും പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാഡ് എന്നത്. ചില സാഹചര്യങ്ങളിൽ നമുക്കിതിലെ ആ രണ്ടാമത്തെ ഹാഡിന് പകരം മറ്റ് വേർബ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഹാവ് ഹാഡിൻ്റെയും ഹാസ് ഹാഡിൻ്റെയും അതുപോലെ തന്നെ ഹാഡിൻ്റെയും കറക്റ്റ് യൂസ് ആണ്. ലെസൺ മുഴുവൻ കാണുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. ഹാവ് ഒരു ഓക്സിലറി വെർബ് മാത്രമല്ല, അത് മെയിൻ വെർബായി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എല്ലാ പ്രൈമറി ഓക്സിലറി വെർബ്സും അങ്ങനെ തന്നെയാണ്. പ്രൈമറി ഓക്സിലറി വെർബ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ബി. അതിൽ 5 വെർബ് വരുന്നുണ്ട്. ഈസ്, ആം, ആർ, വാസ്, വേർ. ഇത് 5ഉം വരുന്ന വെർബ്സിൻ്റെ ഒരു ഫാമിലിക്കാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡു, ഡസ്, ഡിഡ്, ഈ 3 വേർബ്സിനെയും നമ്മൾ ഡു എന്ന ഫാമിലിയിലാണ് പെടുത്തുന്നത്. ഹാവ്, ഹാസും ഹാഡും അത് ഹാവ് എന്ന ഫാമിലിയിൽ വരുന്ന വേർബ്സ് ആണ്. ഇതെല്ലാം പ്രൈമറി ഓക്സിലറി വേർബ്സ് ആണ്. മോഡൽ വേർബ്സ് നിന്ന് പ്രൈമറി ഓക്സിലറി വേർബ്സിനുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, മോഡൽ വേർബ്സ് ഒരിക്കലും നമുക്ക് മെയിൻ വെർബായി ഒരു സെന്റൻസിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും മോഡൽ വേർബ്സിന് ശേഷം മറ്റൊരു ആക്ഷൻ വേർഡ് വരും. പക്ഷെ പ്രൈമറി ഓക്സിലറി വേർബ്സ് അങ്ങനെയല്ല. അവ നമുക്ക് മെയിൻ വെർബായും യൂസ് ചെയ്യാം, ഓക്സിലറി വേർബ്സായും യൂസ് ചെയ്യാം. ഓക്സിലറി വെർബായി യൂസ് ചെയ്യുമ്പോൾ അതിനുശേഷം മറ്റേതെങ്കിലും വേർബ്സ് കാണും. ഇങ്ങനെ പ്രൈമറി ഓക്സിലറീസ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടെൻസ് ഫോംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അതല്ലാതെ പ്രൈമറി ഓക്സിലറി വേർബ്സിനെ അത് ബി ആയാലും ഹാവ് ആയാലും ഡു ആയാലും നമുക്ക് മെയിൻ വെർബായും യൂസ് ചെയ്യാം. ഇങ്ങനെ മെയിൻ വെർബായി ഹാവ് ഉപയോഗിക്കുന്ന സമയത്ത്, ഹാവ് അല്ലെങ്കിൽ ഹാസോ ഹാഡോ ഉപയോഗിക്കുന്ന സമയത്ത് അതിനർത്ഥം ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നാണ്. പൊസഷൻ, നമ്മുടെ റിലേഷൻഷിപ്സിനെ കുറിച്ച്, നമുക്ക് എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ പൊസസ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് വേണ്ടി, നമ്മുടെ ഓണർഷിപ്പ്, ഇതെല്ലാം സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വേർബ്സ് ആണ് ഹാസ്, ഹാവ്, ഹാഡ്. ഈ സെന്റൻസ് ഒന്ന് നോക്കൂ. എനിക്ക് ഒരു ജോലി ഉണ്ട്. ഐ ഹാവ് എ ജോബ്. ഈ സെന്റൻസ് നോക്കിയാൽ നമുക്കറിയാം ഇതിനകത്തുള്ള ഒരേ ഒരു വെർബ് ഹാവ് ആണ്. ഉണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ഹാവ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഒരു ജോലി ഉണ്ട്. ഐ ഹാവ് എ ജോബ്. ഒരു സെന്റൻസിൽ നിർബന്ധമായും ഒരു മെയിൻ വെർബ് ഉണ്ടായിരിക്കണം. ഒരു സെന്റൻസിനകത്ത് ആകെ ഒരു വെർബേ കാണുന്നുള്ളൂ എങ്കിൽ അതാണ് അതിലെ മെയിൻ വെർബായി ഉപയോഗിക്കുന്നത്. ഒരിക്കലും ഒരു ഓക്സിലറി വെർബ് മാത്രമായി നമുക്കൊരു സെന്റൻസ് നിർമ്മിക്കാനാവില്ല. ഇങ്ങനെ ഹാവ് മെയിൻ വെർബായി ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. ഞാൻ ജോലി പൂർത്തിയാക്കിയിരിക്കുന്നു. ഐ ഹാവ് ഫിനിഷ്ഡ് ദ ജോബ്. ഇവിടെയോ, ഇവിടെ ഹാവ് എന്താണ്? ഇവിടെ ഹാവ് ഓക്സിലറി വെർബായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം ഫിനിഷ്ഡ് എന്ന ഒരു ആക്ഷൻ വേർഡ് കൂടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോമാണ് ഹാവ് പ്ലസ് V3. ആദ്യത്തെ സെന്റൻസ് ഐ ഹാവ് എ ജോബ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഹാവ് മെയിൻ വെർബായി വരുന്ന സെന്റൻസസ് എല്ലായ്പ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. ഹാവിന് ശേഷം മറ്റേതെങ്കിലും ഒരു വെർബിന്റെ V3 അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോഴാണ് ആ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാവുന്നത്. ഇവിടെ ആദ്യത്തെ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലും രണ്ടാമത്തെ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുമാണ്. രണ്ടാമത്തെ സെന്റൻസിൽ ഹാവ് ഓക്സിലറി വെർബായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ സെന്റൻസിൽ ഹാവ് മെയിൻ വെർബായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള കാര്യമല്ല പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ഹാഡാണ് ഉപയോഗിക്കുന്നത്. ഷീ ഹാഡ് എ പ്രോബ്ലം. അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെയും നമുക്ക് നോക്കിയാൽ അറിയാം ഈ സെന്റൻസിലുള്ള ഒരേ ഒരു വെർബ് ഹാഡാണ്. അത് ഇവിടുത്തെ മെയിൻ വെർബാണ്, ഓക്സിലറി വെർബ് അല്ല. ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ ഹാഡ് ഉപയോഗിക്കുമ്പോൾ അത് മെയിൻ വെർബാണ്. അവൾ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് സോൾവ്ഡ് ദ പ്രോബ്ലം. അവൾ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് സോൾവ്ഡ് ദ പ്രോബ്ലം. ഇവിടെയോ, ഇവിടെ ഹാഡ് ഓക്സിലറി വെർബാണ്, ഒരു പ്രൈമറി ഓക്സിലറി വെർബാണ്. അതിനുശേഷം സോൾവ് എന്ന വെർബിന്റെ V3 ആയ സോൾവ്ഡ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഹാഡിന് ശേഷം ഒരു V3 വരുമ്പോൾ ഈ സെന്റൻസ് ഷീ ഹാഡ് സോൾവ്ഡ് ദ പ്രോബ്ലം എന്ന സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോമാണ് ഹാഡ് പ്ലസ് V3 എന്നത്. ഹാഡ് മാത്രമാണ് ഒരു സെന്റൻസിൽ ഉള്ളതെങ്കിൽ, അതായത് ഹാഡ് ആണ് ഒരു സെന്റൻസിലെ മെയിൻ വെർബ് എങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഹാഡ് കാണുമ്പോഴേ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് എന്ന് കരുതരുത്. ഹാഡിന് ശേഷം മറ്റേതെങ്കിലും ഒരു വെർബിന്റെ V3 വരുമ്പോൾ മാത്രമാണ് ആ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റിലാവുന്നത്. ഇവിടെ ആദ്യത്തെ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും രണ്ടാമത്തെ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുമാണ്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോമാണ് ഹാഡ് പ്ലസ് V3.
അതുപോലെ പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോമാണ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3. സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാസ് ആണ് ഉപയോഗിക്കുക. പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ അതുപോലെ തന്നെ ഐയുടെയും യുവിന്റെയും കൂടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുന്നത് ഹാവ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിലാവുമ്പോൾ സിമ്പിൾ പാസ്റ്റിലായാലും ശരി പാസ്റ്റ് പെർഫെക്റ്റിലായാലും ശരി സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുക. അവിടെ സിംഗുലർ വേർബ്സിന്റെ കൂടെ യൂസ് ചെയ്യാൻ നമുക്ക് മറ്റു വേർബ്സ് ഒന്നും തന്നെയില്ല. ഇങ്ങനെ ഹാവ് മെയിൻ വെർബായി വരുന്ന സെന്റൻസസ് പ്രസന്റ് പെർഫെക്റ്റിലേക്ക് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുന്ന സാഹചര്യങ്ങളിലാണ് നമുക്ക് ഹാവ് ഹാഡ്, ഹാസ് ഹാഡ്, ഹാഡ് പോലുള്ള വേർബ്സ് യൂസ് ചെയ്യേണ്ടി വരും. എനിക്ക് തലവേദന ഉണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇതൊരു പൊസഷൻ അല്ല, പക്ഷെ എനിക്ക് തലവേദന ഉണ്ട്. ഐ ഹാവ് എ ഹെഡേക്ക്. എനിക്ക് തലവേദന ഉണ്ട്. ഐ ഹാവ് എ ഹെഡേക്ക്. ഈ സെന്റൻസിൽ ഹാവ് ആണ് മെയിൻ വെർബ്. നമുക്കിത് നോക്കിയാൽ അറിയാം ഈ സെന്റൻസിനകത്ത് മറ്റു വേർബ്സ് ഒന്നും തന്നെ കാണുന്നില്ല. ഹാവ് ഇവിടെ ഓക്സിലറി വെർബായല്ല നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, മറിച്ച് ഹാവ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് മെയിൻ വെർബായിട്ടാണ്. ഇവിടെ അതിനർത്ഥം ഉണ്ട് എന്നാണ്. ഓക്സിലറി ആയി ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റു വേർബ്സിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മുന്നിലാണ്, അതായത് V3ക്ക് മുന്നിലാണ്. അങ്ങനെ വരുമ്പോൾ ഹാവ് ഓക്സിലറി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും പെർഫെക്റ്റ് ടെൻസസിലായിരിക്കും. നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ഫോംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഓക്സിലറി വെർബായി ഹാവും ഹാസും ഹാഡും ഉപയോഗിക്കുന്നത്. പക്ഷെ മെയിൻ വെർബായി ഹാവ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കുമ്പോൾ ആ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലല്ല, മറിച്ച് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇവിടെ ഹാവ് കണ്ടതുകൊണ്ട് മാത്രം ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് കരുതരുത്. ഈ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഐ ഹാവ് എ ഹെഡേക്ക്. എനിക്ക് തലവേദന ഉണ്ട്. മെയിൻ വെർബായി ഹാവ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കുമ്പോൾ ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലല്ല. ഹാസിനോ ഹാവിനോ ശേഷം മറ്റേതെങ്കിലും ഒരു വെർബിന്റെ V3 വരുമ്പോൾ മാത്രമാണ് അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലായി മാറുന്നത്. ഇതെപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു എന്നാണ് പറയേണ്ടതെന്ന് കരുതുക. നേരത്തെ നമ്മൾ പറഞ്ഞത് തലവേദന ഉണ്ട് എന്നാണ്. ഐ ഹാവ് എ ഹെഡേക്ക്. നമ്മളിനി പറയുന്നത് ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ ഇല്ല, പക്ഷെ നേരത്തെ എപ്പോഴോ തലവേദന ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഹാവ് അല്ല, അതിന് പകരം അതിന്റെ വീട്ടുവായ ഹാഡ് ആണ്. ഐ ഹാഡ് എ ഹെഡേക്ക്. എനിക്ക് ഒരു തലവേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇപ്പൊ ഈ രണ്ട് സെന്റൻസസിലും ഏതോ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ നമുക്ക് തലവേദന ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഐ ഹാവ് എ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് തലവേദന ഉണ്ട് എന്നർത്ഥം. ഐ ഹാഡ് എ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ ഏതോ ഒരു മൊമെന്റിൽ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയി കുറച്ച് അധികം നേരമായി തലവേദന നമുക്ക് ഉണ്ട് എന്ന് പറയണമെന്ന് കരുതുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ സിമ്പിൾ ടെൻസസ് ഉപയോഗിച്ചാൽ പോരാ. ഐ ഹാവ് എ ഹെഡേക്ക് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഐ ഹാഡ് എ ഹെഡേക്ക് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എത്ര നേരമായി കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, അതായത് ഒരു ഡ്യൂറേഷൻ നമ്മൾ ആ സെന്റൻസിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കുക സിമ്പിൾ ടെൻസസ് അല്ല, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക പെർഫെക്റ്റ് ടെൻസസ് ആണ്. നമുക്കിത് ഇങ്ങനെ പറയണമെന്ന് കരുതുക. രാവിലെ മുതൽ തലവേദനയുണ്ട്, അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പറയേണ്ടത്. രാവിലെ തൊട്ട് തലവേദന തുടങ്ങിയതാണ്, ഇപ്പോഴായി സംസാരിക്കുന്ന സമയം വരെയും എനിക്ക് തലവേദനയുണ്ട്. അതാണല്ലോ ഇന്ന് മുഴുവൻ തലവേദന എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഡ്യൂറേഷൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, ഇന്ന് മുഴുവൻ അല്ലെങ്കിൽ രാവിലെ മുതൽ എന്നർത്ഥം. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ പോരാ, അതിന് പകരം നമ്മളിവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ നേരത്തെ സെന്റൻസിൽ എനിക്ക് തലവേദന ഉണ്ട് എന്ന് എങ്ങനെയാ പറയാ? ഐ ഹാവ് എ ഹെഡേക്ക് എന്നല്ലേ പറയുന്നത്. ഇനി എനിക്ക് ഇന്ന് മുഴുവൻ തലവേദന ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രാവിലെ മുതൽ തലവേദന ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഹാവിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹാവിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാവ് ഹാഡ്. ഐ ഹാവ് ഹാഡ് എ ഹെഡേക്ക് ഓൾ ഡേ. ഇന്ന് മുഴുവൻ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. ഇതിലെ ഈ വെർബ് ശ്രദ്ധിക്കുക. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോം എന്താണ്? ഹാവ് പ്ലസ് V3 ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം. ഇതിലെ ഹാവ് നമ്മൾ ആ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബായ ഹാവ് ആണ്. അതിനുശേഷം വന്നിട്ടുള്ള ഹാഡ് ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ ഐ ഹാവ് എ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ വെർബായി ഉപയോഗിച്ച് ഹാവ് ഇല്ലേ, ആ ഹാവിന്റെ V3 ആണ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോം എപ്പോഴും ഹാവ് പ്ലസ് V3 ആണ്. അപ്പോൾ ഈ വെർബ് കാണുമ്പോൾ മനസ്സിലാക്കുക, ഇതിലെ ആദ്യത്തെ ആ ഹാവ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹാവ് ആണ്. ഇതിലെ ഹാഡ് ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ നേരത്തെ സെന്റൻസിൽ ഉപയോഗിച്ച ആ ഹാവിന്റെ V3 ആണ്. ഐ ഹാവ് ഹാഡ് എ ഹെഡേക്ക് ഓൾ ഡേ. എനിക്ക് ഇന്ന് മുഴുവൻ ഒരു തലവേദന ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഡ്യൂറേഷൻ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തലവേദന ഉണ്ട് എന്ന് മാത്രമാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയുക ഐ ഹാവ് എ ഹെഡേക്ക് എന്നാണ്. പക്ഷെ രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ തലവേദന ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളോട് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് അല്ല, അതിന് പകരം പ്രസന്റ് പെർഫെക്റ്റ് ആണ്.
പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോമാണ് ഹാവ് പ്ലസ് V3. ഹാവ് എന്ന വെർബിന്റെ V3യും V2വും ഹാഡ് തന്നെയാണ്. അപ്പോൾ ഇതിലെ ഹാവ് ഹാഡിലെ ഹാവ് ഓക്സിലറി വെർബായ ഹാവ് ആണ്. ഹാഡ് ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഹാവിൻ്റെ V3 ആണ്. എനിക്ക് ഒരു കാർ ഉണ്ട്, ഇതും പൊസിഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഐ ഹാവ് എ കാർ, എനിക്ക് ഒരു കാർ ഉണ്ട്, ഇപ്പോൾ ഉണ്ട് എന്നർത്ഥം. ഇനി എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ഐ ഹാഡ് എ കാർ എന്നാണ്. എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നു. ആദ്യത്തെ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്, രണ്ടാമത്തെ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. കാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ ഏതോ ഒരു മൊമെന്റിൽ കാർ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഇപ്പൊ കാർ ഉണ്ട് എന്നതിനർത്ഥമില്ല. ഇനി നമുക്ക് പറയേണ്ടത് 20 വർഷമായി ഈ കാർ എൻ്റെ കൈവശം ഉണ്ട് എന്നാണ്. ഇവിടെ നമ്മളൊരു ഡ്യൂറേഷൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. 20 വർഷം. നമ്മളിവിടെ സംസാരിക്കുന്നത് 20 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. ഇപ്പോൾ ഇതായി സംസാരിക്കുന്ന സമയം വരെയും ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കാർ വാങ്ങിച്ചത് 20 വർഷം മുമ്പാണ്. അതിനുശേഷം ഈ സമയം വരെയും ഈ കാറ് എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ സമയം ഇവിടെ പറയുന്നത് കൊണ്ട് തന്നെ, ഒരു ഡ്യൂറേഷൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചാൽ പോരാ. അതിന് നമ്മളിവിടെ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പറയാം? രാവിലെ മുതൽ തലവേദന ഉണ്ടെന്ന് പറയാൻ നമ്മൾ പറഞ്ഞത് ഐ ഹാവ് ഹാഡ് എ ഹെഡേക്ക് സിൻസ് മോർണിംഗ് എന്നാണ്, അല്ലെങ്കിൽ ഓൾ ഡേ എന്നാണ്. 20 വർഷമായി കാർ എൻ്റെ കൈവശം ഉണ്ട് എന്നെങ്ങനെയാണ് പറയുന്നത്? അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഐ ഹാവ് ഹാഡ് ദിസ് കാർ ഫോർ 20 years. ഐ ഹാവ് ഹാഡ് ദിസ് കാർ ഫോർ 20 years. 20 വർഷമായി എന്നതിന് ഫോർ 20 years എന്ന് പറയും. ഏതെങ്കിലും ഒരു വർഷമാണ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുക സിൻസ് ആണ്, ഫോർ അല്ല. ഐ ഹാവ് ഹാഡ് ദിസ് കാർ സിൻസ് 2005. എനിക്ക് 2005 മുതൽ ഈ കാറ് എൻ്റെ കൈവശമുണ്ട്. 2005 എന്ന് പറയുന്നത് ഒരു വർഷമാണ്, ഇയർ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് സിൻസ് ആണ്. എപ്പോഴും സിൻസ് നമ്മൾ ഉപയോഗിക്കുക ഏതെങ്കിലും ഒരു ആക്ഷൻ്റെ അല്ലെങ്കിൽ സിറ്റുവേഷൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഫോർ നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര സമയമായി അത് തുടരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. 20 വർഷമായി, ഫോർ 20 years, ഫോർ 2 years, ഫോർ 5 years. ഫോറിന് ശേഷം നമ്മൾ എപ്പോഴും ഒരു പീരിയഡ് ഓഫ് ടൈം ആണ് പറയുക. സിൻസിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഐ ഹാവ് ഹാഡ് ദിസ് കാർ ഫോർ 20 years. 20 വർഷമായി ഈ കാറ് എൻ്റെ കൈവശമുണ്ട്. വിൽക്കുന്നതിന് മുമ്പ് ആ കാർ 20 വർഷം എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ഞാനൊരു കാർ വിറ്റു, പക്ഷേ അത് വിൽക്കുന്നതിന് മുമ്പ് 20 വർഷം അതെൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ഇപ്പം ആ കാർ എൻ്റെ കയ്യിലില്ല, പക്ഷെ വിൽക്കുന്നതിന് മുമ്പ് 20 വർഷം ഞാൻ ആ കാർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളപ്പോൾ എങ്ങനെയാണ് പറയുക? ഇപ്പം നിലവിലില്ലാത്തൊരു സിറ്റുവേഷനാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് അല്ല, അതിന് പകരം നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റിൽ ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഹാഡ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്രസന്റ് പെർഫെക്റ്റിൽ ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് ഹാഡ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാഡ് ആണ്. ഐ ഹാഡ് ദാറ്റ് കാർ ഫോർ 20 years ബിഫോർ ഐ സോൾഡ് ഇറ്റ്. ഐ ഹാഡ് ദാറ്റ് കാർ. 2 ഹാഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹാഡാണ്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം എന്താണ്? ഹാഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം, അല്ലേ? അപ്പോൾ ഇതിൽ ആദ്യത്തെ ഹാഡ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന ഹാഡാണ്. രണ്ടാമത്തെ ഹാഡ് ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ച ഹാവ് എന്ന മെയിൻ വെർബിന്റെ V3 ആണ് രണ്ടാമത്തെ ഹാഡ്. ഐ ഹാഡ് ദാറ്റ് കാർ ഫോർ 20 years ബിഫോർ ഐ സോൾഡ് ഇറ്റ്. ഐ ഹാഡ് ഓൺഡ് എന്നതിന് പകരമായിട്ടാണ് നമ്മളിവിടെ ഐ ഹാഡ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായല്ലോ? ആദ്യത്തെ ഹാഡ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന ഹാഡാണ്. രണ്ടാമത്തെ ഹാഡ് ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹാവ് എന്ന മെയിൻ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളായ അല്ലെങ്കിൽ V3 ആയ ഹാഡാണ്. അവൾക്കൊരു മകളുണ്ട്. ഷീ ഹാസ് എ ഡോട്ടർ. അവൾക്കൊരു മകൾ ഉണ്ട്. റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാൻ നമുക്ക് ആരെല്ലാം ഉണ്ട് എന്നെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസും ഹാവും ആണ്. ഷീ ഹാസ് എ ഡോട്ടർ. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ അവൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. കഴിഞ്ഞ 6 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള സമയം തൊട്ട് നമ്മൾ പിന്നിലേക്ക് കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ, ഇൻ ദ പാസ്റ്റ് 6 years, അവൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. അവള് 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി എന്നർത്ഥം. ഇതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ഷീ ഹാസ് ഗിവൺ ബർത്ത് എന്ന് പറയാം. ആ ഗിവൺ ബർത്തിന് പകരം നമുക്കിവിടെ ഹാഡ് എന്ന വെർബും യൂസ് ചെയ്യാവുന്നതാണ്. ഷീ ഹാസ് ഹാഡ് 3 children in the past 6 years. She has had 3 children in the past 6 years.
ഇവിടെ ഹാസ് ഹാഡിന് പകരം നമുക്ക് ഷീ ഹാസ് ഗിവൺ ബർത്ത് എന്ന് പറയാവുന്നതാണ്. ഷീ ഹാസ് ഗിവൺ ബർത്ത് ടു 3 children ഇൻ ദ പാസ്റ്റ് 6 years. ഇൻ ദ പാസ്റ്റ് 6 years എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ. ആ ഗിവൺ ബർത്തിന് പകരമായിട്ടാണ് നമ്മളിവിടെ ഹാഡ് എന്ന വെർബ് യൂസ് ചെയ്യുന്നത്. പല വേർബ്സിന് പകരവും നമുക്ക് ഇങ്ങനെ ഹാഡ് ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാ വേർബ്സിന് പകരവും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇതുപോലത്തെ അർത്ഥം വരുന്ന പല വേർബ്സിനും പകരമായി നമുക്ക് ഹാഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഷീ ഹാസ് ഹാഡ് 3 children ഇൻ ദ പാസ്റ്റ് 6 years. അവൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഷീ ഹാസ് ഗിവൺ ബർത്ത് ടു എ ബേബി അല്ലെങ്കിൽ ഷീ ഹാസ് ഡെലിവേർഡ് എ ബേബി. അവിടെ ആ ഡെലിവേർഡ് അല്ലെങ്കിൽ ഗിവൺ ബർത്ത് എന്ന ആ വേർബ്സിന് പകരമായി നമുക്ക് ഹാഡ് ഉപയോഗിക്കാവുന്നതാണ്. ഷീ ഹാസ് ഹാഡ് എ ബേബി. അവൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ദ ക്യാറ്റ് ഹാസ് ഹാഡ് ഹെർ കിറ്റൻസ്. പൂച്ച പ്രസവിച്ചിരിക്കുന്നു. പൂച്ചയ്ക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെ ലഭിച്ചിരിക്കുന്നു. ദ ക്യാറ്റ് ഹാസ് ഹാഡ് ഹെർ കിറ്റൻസ്. ഗിവൺ ബർത്ത് എന്നോ ഡെലിവേർഡ് എന്നോ എല്ലാം പറയുന്നതിന് പകരമായി നമ്മൾ പലപ്പോഴും ഹാഡ് ഉപയോഗിക്കാറുണ്ട്. ഷീ ഹാസ് ഹാഡ് എ ബേബി. എനിക്ക് ഒരു പ്രശ്നമുണ്ട്. ഐ ഹാവ് എ പ്രോബ്ലം. ഇതിപ്പോൾ നിലവിലുള്ള ഒരു സിറ്റുവേഷൻ ആണ്. എനിക്ക് ഒരു പ്രശ്നമുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഈ സെന്റൻസ്. ഈയിടെയായി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈയിടെയായി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ, അതായത് നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു പീരിയഡ് ഓഫ് ടൈമിനെ കുറിച്ചാണ്. കൃത്യമായി പറയുന്നില്ല, പക്ഷെ തീർച്ചയായും നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു മൊമെന്റിനെ കുറിച്ചല്ല. ഇതിന് മുന്നിലുള്ള കുറെ സമയം കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈയിടെയായി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമുക്കിതിന് റീസെന്റ് എന്നോ ഓഫ് ലേറ്റ് എന്നോ പറയാം. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ല, മറിച്ച് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഐ ഹാവ് ഹാഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് റീസെന്റ്. ഐ ഹാവ് ഹാഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് റീസെന്റ്. എ ലോട്ട് ഓഫിന് പകരം നമുക്ക് സെവറൽ എന്ന് പറയാം. ഐ ഹാവ് ഹാഡ് സെവറൽ പ്രോബ്ലംസ് റീസെന്റ്. റീസെന്റ് ഈ അടുത്ത കാലത്ത് എന്നർത്ഥം. അതിന് പകരം നമുക്ക് ഓഫ് ലേറ്റ് എന്നും പറയാം. ഐ ഹാവ് ഹാഡ് സെവറൽ പ്രോബ്ലംസ് ഓഫ് ലേറ്റ്, അതും പറയാവുന്നതാണ്. നീ ലഞ്ച് കഴിച്ചോ? ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളിൽ ജന്മം നൽകി പ്രസവിച്ചു എന്നതിനെല്ലാം പകരം ഹാഡ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞില്ലേ? ഇവിടെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുക എന്ന് ഈറ്റ് എന്ന വെർബിന് പകരമായും നമുക്കിവിടെ ഹാവ് എന്ന വെർബ് യൂസ് ചെയ്യാവുന്നതാണ്. നീ ലഞ്ച് കഴിച്ചോ? ഹാവ് യു ഈറ്റൺ യുവർ ലഞ്ച്. നമ്മൾ പൊതുവേ ഈറ്റൺ എന്നല്ല ചോദിക്കുക, അതിന് പകരം നമ്മൾ എന്താ ചോദിക്കുക? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്. ഇവിടെ ഈ ഹാഡിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് ഈറ്റൺ. അതിന് പകരമായിട്ടാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ആളുകളുടെ അടുത്ത് ഹാവ് യു ഈറ്റൺ യുവർ ലഞ്ച് എന്നല്ല ചോദിക്കുക, അതിന് പകരം ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് എന്നാണ് ചോദിക്കുന്നത്. ഈറ്റൺ എന്ന ആ V3ക്ക് പകരമായി നമ്മൾ ഉപയോഗിക്കുന്ന V3 ആണ് ഇവിടുത്തെ ഹാഡ്. അതിലെ ആ ഹാവ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബായ ഹാവ് ആണ്. ഒരു ചീത്ത സ്വപ്നം കണ്ടതിനാൽ അവൾ നിലവിളിച്ചുകൊണ്ടാണ് ഉണർന്നത്. അവൾ കരഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റത്. ഷീ വോക്ക് അപ്പ് സ്ക്രീമിംഗ്. അവൾ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഷീ വോക്ക് അപ്പ് സ്ക്രീമിംഗ് ബിക്കോസ് ഷീ ഹാഡ് എ ബാഡ് ഡ്രീം. ഇവിടെ ഹാഡിന് പകരം നമുക്ക് ഹാഡ് സീൻ എന്ന് പറയാം. ഒരു ചീത്ത സ്വപ്നം കണ്ടതിനാൽ ആ ഹാഡ് സീനിന് പകരമാണ് നമ്മളിവിടെ ഹാഡ് എന്ന് പറയുന്നത്. ഷീ വോക്ക് അപ്പ് സ്ക്രീമിംഗ് ബിക്കോസ് ഷീ ഹാഡ് എ ബാഡ് ഡ്രീം. ഷീ ഹാഡ് സീൻ എ ബാഡ് ഡ്രീം. അതാണ് ആ സെന്റൻസിന് അർത്ഥം. ഇവിടുത്തെ ഈ ഹാഡ്, രണ്ടാമത്തെ ഹാഡ് സീൻ എന്ന വെർബിന് പകരമായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല വേർബ്സിനും പകരം നമുക്കിങ്ങനെ ഹാഡ് ഉപയോഗിക്കാൻ സാധിക്കും. രാവിലെ മുതൽ എനിക്ക് ഒരു വിശ്രമവും ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മൾ പറയുന്നത് രാവിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. രാവിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പതായി സംസാരിക്കുന്ന സമയം വരെയും കണ്ടിന്യൂ ചെയ്തൊരു സിറ്റുവേഷനാണ്. അതായത് നമ്മളിവിടെ ഒരു പീരിയഡ് ഓഫ് ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചാൽ പോരാ, പകരം പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണം. ഹാവിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാവ് ഹാഡ്. എനിക്കൊരു വിശ്രമവും ഉണ്ടായിട്ടില്ല. നെഗറ്റീവ് വെർബാണ് നമുക്ക് വേണ്ടത്. ഐ ഹാവിൻ ഹാഡ് എനി റെസ്റ്റ് സിൻസ് മോർണിംഗ്. ഐ ഹാവിൻ ഹാഡ് എനി റെസ്റ്റ് സിൻസ് മോർണിംഗ്. ഇതിനർത്ഥം എന്താണ്? ഐ ഹാവിൻ ഗോട്ട് എനി റെസ്റ്റ് സിൻസ് മോർണിംഗ്. അത് തന്നെയാണ് അതിനർത്ഥം. എനിക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല. ഐ ഹാവിൻ ഗോട്ട് എനി റെസ്റ്റ് സിൻസ് മോർണിംഗ്, അല്ലെങ്കിൽ ഐ ഹാവിൻ എൻജോയ്ഡ് എനി റെസ്റ്റ് സിൻസ് മോർണിംഗ്. ഇവിടെ ഗോട്ടിനും എൻജോയ്ഡ് എന്ന വെർബിനും എല്ലാം പകരമായിട്ടാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഐ ഹാവിൻ ഹാഡ് എനി റെസ്റ്റ് സിൻസ് മോർണിംഗ്. എനിക്ക് മതിയായി. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നമ്മുടെ ഫ്രസ്ട്രേഷനൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണിത്. എനിക്ക് മതിയായി. ഐ ഹാവ് ഹാഡ് ഇനഫ്. ഐ ഹാവ് ഹാഡ് ഇനഫ്. ഇതിനർത്ഥം എന്താ? ഐ ഹാവ് സഫേർഡ് ഇനഫ്. ഇനി ഞാൻ വേണ്ടത്ര സഹിച്ചു അല്ലെങ്കിൽ അനുഭവിച്ചു, അതാണ് ഇതിനർത്ഥം. ഐ ഹാവ് സഫേർഡ് എ ലോട്ട്. ഇവിടെ ഈ സഫേർഡ് എന്ന വെർബിന് പകരമായിട്ടാണ് നമ്മൾ ഹാഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ ഹാവ് ഹാഡ് ഇനഫ്. എനിക്ക് മതിയായി. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നർത്ഥം. എൻ്റെ ദിവസം വളരെ ചീത്തയായിരുന്നു.
അതായത് വളരെ ചീത്ത ഒരു ദിവസത്തിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ഐ ഹാഡ് ഗോൺ ത്രൂ എ വെരി ബാഡ് ഡേ. അവിടെ നമുക്ക് ആ ഹാഡ് ഗോണിന് പകരം ഹാഡ് എന്ന് പറയാം. ഐ ഹാഡ് എ റിയലി ബാഡ് ഡേ. ഐ ഹാഡ് എ റിയലി ബാഡ് ഡേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് മോശമായി പെരുമാറിയത്. ദാറ്റ്സ് വൈ ഐ വാസ് ബീയിങ് സോ മീൻ ടു യു. ദാറ്റ്സ് വൈ ഐ വാസ് ബീയിങ് സോ മീൻ ടു യു. ഇവിടുത്തെ ഈ മീൻ എന്നതിന് അർത്ഥം എന്ന അർത്ഥമല്ല, നമ്മൾ ആളുകളോട് വളരെ മോശമായി പരുഷമായി എല്ലാം പെരുമാറുന്നതിനെ കുറിച്ച്, ഒട്ടും മര്യാദയില്ലാതെ എല്ലാം പെരുമാറുന്നതിനെ കുറിച്ചെല്ലാം പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അഡ്ജക്റ്റീവാണ് മീൻ. വെർബായി നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അതിന് അർത്ഥമാക്കുക എന്നൊരർത്ഥമാണ്. ഇങ്ങനെ അഡ്ജക്റ്റീവായി നമ്മൾ ഈ വേർഡ് യൂസ് ചെയ്യുമ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥമാണ്. വളരെ മോശമായി പെരുമാറുക, പരുഷമായി പെരുമാറുക, അതെല്ലാമാണ് മീൻ എന്ന ഈ അഡ്ജക്റ്റീവിന് അർത്ഥം. ദാറ്റ്സ് വൈ ഐ വാസ് ബീയിങ് സോ മീൻ ടു യു. ഏതെങ്കിലും ഒരു പ്രത്യേക ഒക്കേഷനിൽ മോശമായി പെരുമാറിയതിനെ കുറിച്ചല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ബീയിങ് സോ മീൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ഐ വാസ് സോ മീൻ എന്ന് പറഞ്ഞാൽ പോരാ. ഐ വാസ് സോ മീൻ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ വളരെ മോശമായി പെരുമാറുന്നുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഇത് നമ്മളൊരു പ്രത്യേക ഒക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ്സ് വൈ ഐ വാസ് ബീയിങ് സോ മീൻ ടു യു. ഇപ്പോൾ എൻ്റെ ബ്രദർ എന്നെ വിളിച്ചതേ ഉള്ളൂ. ഇപ്പോൾ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ബ്രദർ എന്നെ ഫോൺ ചെയ്തു. മൈ ബ്രദർ ജസ്റ്റ് കോൾ മീ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ മൈ ബ്രദർ ഹാസ് ജസ്റ്റ് കോൾ മീ എന്നും പറയാം. സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റ് നമുക്കിവിടെ ഉപയോഗിക്കാം. മൈ ബ്രദർ ജസ്റ്റ് കോൾ മീ അല്ലെങ്കിൽ മൈ ബ്രദർ ഹാസ് ജസ്റ്റ് കോൾ മീ. ഇത് തന്നെ നമുക്ക് ഹാവ് ഹാഡ് ഉപയോഗിച്ചും പറയാം. അതെങ്ങനെയാ അപ്പോൾ നമ്മൾ പറയാം? ഐ ഹാവ് ജസ്റ്റ് ഹാഡ് എ കോൾ ഫ്രം മൈ ബ്രദർ. ഐ ഹാവ് ജസ്റ്റ് ഹാഡ് എ കോൾ ഫ്രം മൈ ബ്രദർ. എൻ്റെ ബ്രദറിൽ നിന്ന് എനിക്ക് ഇപ്പോൾ ഒരു കോള് ലഭിച്ചതേ ഉള്ളൂ. ഇവിടെ ഈ ഹാഡിന് അർത്ഥം റിസീവ്ഡ് എന്നാണ്. ഐ ഹാവ് ജസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നതിന് പകരമായിട്ടാണ് നമ്മളിവിടെ ഐ ഹാവ് ഹാഡ് എന്ന് പറയുന്നത്. ഐ ഹാവ് ജസ്റ്റ് ഹാഡ് എ കോൾ ഫ്രം മൈ ബ്രദർ. ഈ ഹാവ് ഹാഡ്, ഹാസ് ഹാഡ് ഈ വേർബ്സിനിടയിൽ നമുക്ക് പലപ്പോഴും അഡ്വേർബ്സിനെ യൂസ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒരു അഡ്വർബാണ്, സമയം സൂചിപ്പിക്കുന്ന ഒരു അഡ്വർബാണ്. അതുപോലെ തന്നെ ഓൾറെഡി മറ്റൊരു ടൈം അഡ്വേർബാണ്. ഇത്തരം അഡ്വേർബ്സ് നമുക്ക് ഈ എക്സ്പ്രഷൻസിന് ഇടയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഐ ഹാവ് ജസ്റ്റ് ഹാഡ് എ കോൾ ഫ്രം മൈ ബ്രദർ. എൻ്റെ ബ്രദറിൽ നിന്ന് എനിക്ക് ഇപ്പോൾ ഒരു കോൾ ലഭിച്ചതേ ഉള്ളൂ. അയാൾ നട്ടെല്ലിന് 2 ശസ്ത്രക്രിയകൾക്ക് വിധേയനായിട്ടുണ്ട്. അയാളുടെ സ്പൈനിൽ 2 സർജറി ഉണ്ടായിട്ടുണ്ട്. അതാണ് നമുക്ക് പറയേണ്ടത്. ഹി ഹാസ് അണ്ടർഗോൺ 2 സർജറീസ് ഓൺ ഹിസ് സ്പൈൻ. ഫോർമൽ സ്റ്റൈലിൽ നമ്മളത് അങ്ങനെ പറയാം. ഹി ഹാസ് അണ്ടർഗോൺ 2 സർജറീസ് ഓൺ ഹിസ് സ്പൈൻ. ആ അണ്ടർഗോൺ എന്ന വെർബിന് പകരം നമുക്ക് ഹാഡ് എന്ന വെർബ് ഉപയോഗിക്കാം. He has had 2 surgeries on his spine. He has had 2 surgeries on his spine. ഇവിടുത്തെ ഈ ഹാഡിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് അണ്ടർഗോൺ. അത് നമ്മൾ പൊതുവേ വളരെ ഫോർമലായി സംസാരിക്കുമ്പോഴാണ് ആ വെർബ് യൂസ് ചെയ്യുക. നോർമലി ഇൻഫോർമൽ സ്റ്റൈലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആ വെർബല്ല, അതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുക ഹാസ് ഹാഡ് ആണ്. He has had 2 surgeries on his spine. ഇനി ഈ സെന്റൻസ് നോക്കൂ. The Prime Minister has had talks with the President. പ്രധാനമന്ത്രിയും പ്രസിഡന്റിനും ഇടയിൽ ചില സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെ ഈ ഹാഡ് എൻഗേജ്ഡ് എന്ന വെർബിന് പകരമായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. The Prime Minister has engaged in talks with the President. ആ എൻഗേജ്ഡ് ഇൻ എന്ന ഒരു വെർബിന് പകരമായിട്ടാണ് നമ്മളിവിടെ ഹാഡ് ഉപയോഗിച്ചിട്ടുള്ളത്. The Prime Minister has had talks with the President. ഈ ലെസൺ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഹാസ് ഹാഡ്, ഹാവ് ഹാഡ്, ഹാഡ് കേൾക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഈ വേർബ്സ് എങ്ങനെ കറക്റ്റായി യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.